തൃത്താലയിൽ നാലാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് NDA സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ഇടത് വലത് മുന്നണികൾക്ക് അതീതമായി തൃത്താലക്കാർ മാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തൃത്താലയിൽ കുടുംബയോഗങ്ങളും ഗൃഹസന്ദർശനവും വാഹന പ്രചരണ ജാഥകളുമായി NDA നാലാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മറ്റു മുന്നണികൾക്കെതിരെ തൃത്താലയിൽ വിജയം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം. കാലത്ത് 6 മണി മുതൽ നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ രാത്രി 10 മണി വരെയും തുടരും. തൃത്താല അമ്പലവട്ട പരിസരം, കണ്ണന്നൂർ, ഉള്ളന്നൂർ പ്രദേശങ്ങളിലായിരുന്നു ബുധനാഴ്ച ഉച്ചവരെയുള്ള സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ. ഉച്ചയ്ക്ക് ശേഷം ഗൃഹസന്ദർശന പരിപാടികളിലേക്കും യോഗങ്ങളിലേക്കുമാണ് സ്ഥാനാർത്ഥി പ്രധാന ശ്രദ്ധ നൽകിയത്. രാത്രി ഏറെ വൈകിയുള്ള പൊതുയോഗങ്ങളിലുള്ള വൻ ജനപങ്കാളിത്തം തൃത്താലയിൽ വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള തീരുമാനത്തിലാണ് NDA ക്യാമ്പ്. ഇപ്പോൾ തൃത്താലയിൽ നാലാംഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥയും കുടുംബ സംഗമവും അതുപോലെ തന്നെ വിട്ടുപോയ കീ വോട്ടർമാരെ കാണുന്ന പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി വാഹനത്തിലുള്ള പര്യടനവും വലിയ സ്വീകരണങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബ സംഘങ്ങളിൽ പങ്കെടുക്കുന്നു. ആ കുടുംബ സംഘങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് പാർട്ടിയുടെ അനുഭാവികളല്ലാത്ത ധാരാളം ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വീകരണ യോഗങ്ങളിൽ വലിയ പങ്കാളിത്തമാണ് കാണുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സ്വീകരണ പരിപാടി അവസാനിച്ചിരുന്നത്. 9:30ക്കും 10 മണിക്കൊക്കെ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും പ്രായമായവരും യുവാക്കളുമാണ് സ്വീകരണത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. തൃത്താലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് തൃത്താലയിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും ഒരു മാറ്റത്തിന് വേണ്ട ദാഹിക്കുന്ന തൃത്താലക്കാരെയാണ് കാണുന്നത്. NDA ഇത്തവണ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ അവർക്കത് ഉണ്ടായിരുന്നില്ല. ഇത്തവണ തൃശ്ശൂരിലും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ താമര വിരിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസത്തോടെ തൃത്താലയിൽ ജയിക്കുമെന്ന് പറയുന്ന സമയത്ത് ജനങ്ങളത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ തൃത്താലയിൽ താമര വിരിയിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. പ്രവർത്തകർ ഉത്സാഹത്തിലാണ്, ജനങ്ങൾ ഉത്സാഹത്തിലാണ്. തൃത്താലയുടെ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.